ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? വീട്ടിൽ ചപ്പാത്തി ബാക്കി വന്നാൽ ഇനി തൊട്ട് ഇതുപോലെ റെഡിയാക്കി നോക്കണേ. ബാക്കി വന്ന ചപ്പാത്തി വെച്ച് നാടൻ പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. 3 ചപ്പാത്തി എടുത്തിട്ട് ഇത് പീസാക്കിയിട്ട് ജാറിലിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചപ്പാത്തി പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട, അവിടെ ഇവിടെയും കുറേശ്ശെ കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചിരകിയ നാളികേരം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നാളികേരം ഡ്രൈ ആവുമ്പോൾ 2 അച്ച് ശർക്കര എടുത്ത് ഉരുക്കി വെച്ചേക്കണതാണ്. ഇതിൽ പകുതി ഇപ്പം ചേർക്കണുള്ളൂ. ശർക്കരപ്പാനി നാളികേരത്തിൽ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ശർക്കരപ്പാനി നാളികേരത്തിൽ ഡ്രൈ ആവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കറുത്ത എള്ള്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കണ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തിയും ചേർത്ത് മിക്സ് ചെയ്ത് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ചപ്പാത്തി ഇട്ടിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തു. ഇത് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് മുന്തിരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി ഫ്രൈ ആകുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം. അതേ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 2 നേന്ത്രപ്പഴം എടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കേണ്ടതാണ്. നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. പഴം നെയ്യിൽ വാടി വരുമ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി പഴത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ ഇതുപോലെ ഡ്രൈ ആയി കിട്ടും കേട്ടോ ശർക്കരപ്പാനി. ഈ സ്റ്റേജിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് റെഡിയാക്കി വെച്ചേക്കണ ചപ്പാത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചേക്കണ കാഷ്യൂ ചേർക്കുന്നുണ്ട്. മുന്തിരി എല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അവിൽ വിളയിക്കുന്ന പോലെ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.